അസ്സലാമലൈക്കും മുത്തുമണികളെ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മളെ വീഡിയോസിനും എൻ്റെ ഒരു പൊന്നാര സഹോദരി പറയുന്നുണ്ട്. എന്നെക്കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ തെറ്റായിട്ടൊന്നും പറയുന്നില്ല. കൂടെ നിന്നവർ പോലും വിരൽ ചൂണ്ടാൻ തുടങ്ങി എന്നാണ് എൻ്റെ സഹോദരി പറയുന്നത്. അപ്പോൾ വിരൽ ചൂണ്ടുന്ന മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്താൽ വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും സഹോദരി. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും വിരൽ ചൂണ്ടി ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരെ പരിധി വിട്ട് വേദനിപ്പിക്കാതെ തന്നെയാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം വീണ്ടും 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 ഇത് പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും അത് തന്നെ ചെയ്യുമ്പോൾ, എന്നിട്ട് പിന്നെ നമ്മൾ ആ കണ്ണീരും കയ്യുമായിട്ട് നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പറഞ്ഞു പോണതാണ്. അതല്ലെങ്കിൽ എനിക്കറിയാലോ, ഞാൻ അങ്ങനെ മറ്റൊരാളെ കണ്ടൻ്റ് എടുത്ത് ചെയ്യുന്ന ആളല്ല. എന്നാൽ ചെയ്യില്ലെന്ന് ചോദിച്ചാൽ ചെയ്യുന്നുമുണ്ട്, മാന്യമായ രൂപത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം. ഞാൻ ഒന്നാമത്തെ കാര്യം, എനിക്ക് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു ബന്ധമായിരുന്നു ആ സഹോദരിനെ. അപ്പോൾ ആ സഹോദരി എന്ന് പറഞ്ഞാൽ നെജില കേട്ടോ, നെജില. അതെൻ്റെ മോളായോ അനിയത്തിയായോ എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. പക്ഷേ നമുക്ക് മോളായാലും അനിയത്തിയായാലും നമ്മൾ ഒരു പ്രാവശ്യം പറയേണ്ടത് 9 പ്രാവശ്യം പറഞ്ഞിട്ടും വീണ്ടും 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 അത് തന്നെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമാണ് നമുക്ക് വിരൽ ചൂണ്ടാൻ തോന്നും. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ പറയാതെയല്ല. നാളെ ഒരു ദിവസം നമ്മളോട് ബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. നാളെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയരുത്, ഇത്ത ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നോട് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറയരുത്. പിന്നെ ഞാൻ ഫസ്റ്റ് മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഒരു കൗൺസിലിങ്, ഒരു സൈക്കാട്രി ഡോക്ടറെ സഹായം അവൾക്ക് ആവശ്യമാണ് എന്ന് ഇന്നല്ല, എന്ന് ഞാൻ ഈ പെൺകുട്ടി ഈ നെജിലയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് സംസാരിക്കാനും ഇതിനും തുടങ്ങിയോ അന്ന് മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്, നീ ഇങ്ങോട്ട് വാ, ഞാൻ കൊണ്ടുപോകാം നിന്നെ, എൻ്റെ വീട്ടിലേക്ക് വാ. ഞാൻ അങ്ങോട്ട് പോകാൻ ഒരു ദിവസം ശ്രമിച്ചതാണ്. അന്നത്തെ ദിവസം വേറെ എന്തോ പ്രശ്നമായിട്ട് അങ്ങോട്ട് പോവുകയാണ്, ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നോ ഞാൻ അവിടെ എത്തിയാനേ. പക്ഷെ അന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, എവിടേക്കോ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എന്തോ ഒരു കേസിൻ്റെ കാര്യത്തിന് പോവുകയാണ്, അത് കാരണം കൊണ്ട് ഇന്ന് വന്ന് എന്നെ കാണാൻ പറ്റില്ല. ഞാൻ എല്ലാം റെഡി ആയതാണ്. ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് എല്ലാം റെഡിയായി അവളെ കാണാൻ വേണ്ടി പോകാൻ എല്ലാം റെഡി ആയതാണ്. ഒരു വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു അന്ന് ആ മക്കളെ അവളെയൊക്കെ ഒന്ന് കാണാൻ. ഇന്നില്ലെന്നല്ല, ഇന്നുണ്ട്. പക്ഷേ എന്നാൽ ഇന്നത്തതിനൊരു പരിധിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് കുറച്ചൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കെങ്കിലും വേണം. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അത് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അവൾക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഇത് പറയില്ല. കാരണം അത് നമ്മൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. രാവിലെ ചെയ്യുന്ന വീഡിയോസിൽ പറയുന്നതാവില്ല ഉച്ച കഴിഞ്ഞ് ചെയ്യുന്ന വീഡിയോസ് പറയുന്നത്, ഉച്ച കഴിഞ്ഞുള്ള വീഡിയോസ് പറയുന്നതാവില്ല രാത്രി ലൈവ് ഇടുമ്പോൾ പറയുന്നത്. അതെല്ലാം ആ ഒരു മാനസിക അവസ്ഥ കൊണ്ടാണല്ലോ അത് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണെങ്കിലും ഒരു മനുഷ്യൻ പരിധി കൂടുതൽ ഉറങ്ങുക, പരിധി കൂടുതൽ ഭക്ഷണം കഴിക്കുക, പരിധി കൂടുതൽ സംസാരിക്കുക, പരിധി കൂടുതൽ ടെൻഷൻ അടിക്കുക, പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതെല്ലാം ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സൈക്കാട്രി ഡോക്ടറെ കണ്ടിട്ട് ഇത് ഇന്ന രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്, മാനസികമായി വല്ല പ്രശ്നങ്ങളും ഉള്ളതാണോ എന്ന് ചോദിക്കും. പക്ഷേ ഇത് ചോദിക്കേണ്ട ആവശ്യമല്ല, ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അത് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിരൽ ചൂണ്ടി സംസാരിച്ചത്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് തന്നെ നമ്മൾ പറയണം. അപ്പോൾ ഞാനത് പറയുന്നതും ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടോ അനാവശ്യമായ വാക്ക് ഉപയോഗിച്ചുകൊണ്ടോ അല്ല, ഞാൻ അങ്ങനെ പറയുമില്ല. കാരണം നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല അത്. പക്ഷേ എന്നാൽ നമ്മളെ മാനസികമായി ബാധിക്കുന്ന പ്രശ്നവുമാണ്. കാരണം നമ്മളൊരു മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ ആ മനുഷ്യൻ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം കേട്ടോ, ഒരുപാട് കടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് മാനസികമായി ഒരു വിഷമമുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. അതിനിപ്പോൾ ഈ നെജില മാത്രമല്ല, ആരായിരുന്നാലും അങ്ങനത്തെ ഒരവസ്ഥയിൽ കടന്ന് കഷ്ടപ്പെടുമ്പോൾ
എനിക്ക് എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കില്ല. അത് നമ്മളെ കൊണ്ട് പണം കൊടുക്കാൻ സാധിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ചെയ്യാൻ സാധിച്ചിട്ടല്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾ തന്നെയാണ്. ആ ചെയ്യുമ്പോഴും ആ സംസാരിക്കുമ്പോഴും എനിക്ക് പറയാം, ഞാൻ ചീത്ത പറയുള്ളൂ, വഴക്ക് പറയുള്ളൂ. കാരണം എന്താ വെച്ചെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, ഇങ്ങനെ പറഞ്ഞതല്ലേ, അങ്ങനെ പറഞ്ഞതല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ, ഇതൊക്കെ തന്നെ ഞാൻ ചോദിക്കുള്ളൂ. അല്ലാതെ വേറെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കില്ല. കാരണം നമുക്ക് അനുഭവമാണല്ലോ ഗുരു. ആ അനുഭവത്തിലൂടെ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് മനുഷ്യൻ പഠിക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞ് 5 മിനിറ്റ് ആയി വീഡിയോസ്. അപ്പോൾ ഏതായാലും ഇതിന് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ മാന്യമായ രൂപത്തിൽ മാന്യമായ ഇതിൽ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അതങ്ങനെയാണ്, അങ്ങനെ ആക്കി വെച്ചതാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണെങ്കിലും എനിക്ക് ആ വാപ്പാൻ്റെ അടുത്ത്, ആ ഉമ്മാൻ്റെ അടുത്ത്, ആ ഉമ്മാനേക്കാളും കൂടുതൽ ആ വാപ്പാൻ്റെ അടുത്ത് അതിയായ ബഹുമാനമുണ്ട്. സ്വന്തം മോളെ പൊന്നുപോലെ നോക്കി വളർത്തിയ മോള് ഇങ്ങനെ ഒരു ചതിയിൽ പെടല് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ആ വാപ്പ പറഞ്ഞത്. ഇപ്പോഴും ആ വാപ്പ തന്നെയാണ് അവളെ സംരക്ഷണത്തിൽ. ഇത് തന്നെയാണ് ഞാൻ വിരൽ ചൂണ്ടാനുള്ള കാരണവും. അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തതും ഇത് തന്നെയാണ്. കാരണം ആ വാപ്പയും ഉമ്മയും മാത്രമേ ഉണ്ടാകുള്ളൂ. ഈ കമൻ്റ് ഇടുന്ന മറ്റുള്ളവരോ അല്ലെങ്കിൽ നിന്നോട് പറയുന്ന ആളോ നിന്നെ വിളിക്കുന്ന ആളോ നിനക്കുണ്ടാവില്ല. ഈ വാപ്പയും ഉമ്മയും ഉണ്ടാകുള്ളൂ. അതനുസരിക്കണേ നീ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇന്നും അതേ പറഞ്ഞിട്ടുള്ളൂ, ഇന്നും അതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, വിരൽ ചൂണ്ടേണ്ട അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും. അതിന് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ആരെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ സോറി, ക്ഷമ പറയണേ. കാരണം എന്താ വെച്ചെങ്കിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ചിലർ വന്നിട്ട് കമൻറ്റിലൂടെ ഞാൻ ചോദിക്കും, അതങ്ങോട്ട് ഫോൺ വിളിച്ച് പറഞ്ഞുകൂടെ വെച്ച് പോരാ. ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഞാനും അവളും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഫോൺ വിളിക്കാതെ ഇങ്ങനെ തന്നെ പറയണം. അപ്പോൾ ഇനിയും വീണ്ടും അടുത്ത വീഡിയോസ് ചെയ്യാൻ വരും. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, കുറച്ച് കഴിയട്ടെ. കാരണം എത്ര തന്നെ തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും എന്തെല്ലാം ചെയ്ത മനുഷ്യനാണെങ്കിലും ശവത്തിൽ കുത്തല്ലല്ലോ, ശവത്തിൽ കുത്താൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളും ആ മക്കളും എന്നും ആ വാപ്പയും ഉമ്മയും ഒക്കെ സമാധാനമായിട്ട് തന്നെ ഇരിക്കട്ടെ. കാരണം നമ്മൾ എത്ര തന്നെ തെറ്റ് ചെയ്ത മനുഷ്യനല്ലേ, ആ മനുഷ്യനെ ആരെങ്കിലും ആ ദുആയിൽ അള്ളാഹുവിൻ്റെ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാനസികാവസ്ഥയിൽ നിന്ന് മാറ്റിക്കിട്ടാനും ആ വിഷമങ്ങളൊന്ന് തീരാനും അള്ളാഹു വിചാരിച്ചാൽ സെക്കൻഡുകൾ മതിയാവും. അപ്പോൾ നമ്മൾ ദോഷം പറഞ്ഞതുകൊണ്ട് നമുക്ക് ദോഷമേ കിട്ടുള്ളൂ. ഈ പറയുന്നവരും നമ്മൾ ദോഷമായിട്ടേ പറയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ പറയുന്നത് നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പം എന്ത് തെറ്റ് ചെയ്താലും അവൾ ചെയ്യുന്നതിൻ്റെ തെറ്റ് അവൾ മാത്രമേ അനുഭവിക്കുള്ളൂ, നമ്മൾ അനുഭവിക്കില്ല. ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നമ്മളെന്തിന് കുറ്റം പറയാൻ നിൽക്കണം? നീ ആ സപ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ടാണ് നിങ്ങളതിന് എന്ന് പറയണ്ട. ഞാൻ സപ്പോർട്ടില്ല. ഞാൻ അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും ഞാൻ സപ്പോർട്ടില്ല. അത് ഇവൾക്കെന്നല്ല, ഈ പെൺകുട്ടിക്കെന്നല്ല, ഒരു പെൺകുട്ടികൾക്കും ഞാൻ സപ്പോർട്ടില്ല. അതങ്ങനെ സപ്പോർട്ട് നിൽക്കാത്തത് കൊണ്ട് എൻ്റെ ലൈവിൽ പല പ്രശ്നങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. പലവരും പോയിട്ടുണ്ട്, അങ്ങനെയുള്ള ഇത് വന്നിട്ടുണ്ട്. അത് സാരില്ല, അതൊക്കെ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിലെ അതൊക്കെ നമുക്കറിയാം, അതൊക്കെ ഉണ്ടാവും. ഏതായാലും 5 മിനിറ്റ് പറഞ്ഞ് 8 മിനിറ്റായി. ഞാൻ നിർത്തണം. അടുത്ത വീഡിയോസിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും കാണാം.